റിവിറ്റ് MEP മലയാളം 32ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാം നമ്മുടെ എഡിറ്റ് ടൈപ്പിൽ സ്ട്രക്ചറിനുള്ളിൽ എഡിറ്റ് എടുക്കുക. എഡിറ്റ് എടുത്തതിന് ശേഷം ഇവിടെ മെറ്റീരിയലിനകത്ത് ഈ ഗ്രാഫിക്സിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകണം. കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സർഫസ് പാറ്റേൺ എന്താണെന്നും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ സർഫസ് പാറ്റേൺ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ കൊടുക്കുകയാണ്. ഇപ്പം നണ്ണാണ് കിടക്കുന്നത്. നൺ മാറ്റിയിട്ട് ഞാനിപ്പം ഇതിലെങ്കിലും ഒരു പാറ്റേൺ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു പാറ്റേൺ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു കളറും കൊടുക്കാൻ പോവുകയാണ്. കളറ് വൈറ്റ് മാറ്റിയതിന് ശേഷം ഞാനിപ്പം ഒരു ബ്ലാക്ക് കൊടുക്കുകയാണ്. ബ്ലാക്ക് കളർ കൊടുത്ത് കൊടുത്തു. അതായത് ഈ പാറ്റേണിൻ്റെ കളറാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഈ ലൈൻസിൻ്റെ കളറാണ് നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ അപ്ലൈ കൊടുത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ സംഭവിച്ചത് എന്താണ്, ഇതിനകത്തൊരു പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു പാറ്റേൺ ആയിട്ട് ആ പാറ്റേണിൻ്റെ കളർ, ആ ലൈൻസിൻ്റെ കളർ എന്നത് ബ്ലാക്ക് ആണ്. നമുക്ക് ഈ ബ്ലാക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട കളർ നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഈ വോളിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളത് നോക്കി. ആ ഒരു കളർ ചേഞ്ച് ചെയ്യപ്പം നമ്മൾ സെലക്ട് ചെയ്തൊരു കളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കളറിനകത്ത് നമ്മളൊരു പാറ്റേൺ കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഹിഡൻ ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കാം. ഹിഡൻ ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രീതിയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കളറൊന്നും കാണിക്കത്തില്ല. ഹിഡനായിട്ട് എല്ലാ കളറെല്ലാം ഹിഡനായിട്ട് വരും. പക്ഷേ എന്തെങ്കിലും പാറ്റേൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാറ്റേൺ എല്ലാം ഇവിടെ എനേബിളായിട്ട് വരും. ഓക്കെ, നമുക്ക് കാണാവുന്ന രീതിക്ക് എനേബിളായിട്ട് വരും. ഓക്കെ, എന്നാൽ ഈ പാറ്റേൺ എന്തെങ്കിലും കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലാക്ക് മാറിയിട്ട് എന്തെങ്കിലും റെഡ് അല്ലെങ്കിൽ യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ ഇവിടെ കാണിക്കും, പാറ്റേണിൻ്റെ കളർ കാണിക്കും. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം ഇവിടെ എഡിറ്റ് കൊടുക്കണം. അതിനുശേഷം ഇവിടെ മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഈ പാറ്റേണിൻ്റെ കളർ നമുക്ക് ചേഞ്ച് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു കളർ കൊടുക്കുകയാണ്. ഓക്കെ എടുത്തു, അപ്ലൈ എടുത്തു, കൊടുത്തു. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ കണ്ടോ ആ പാറ്റേണിൻ്റെ കളർ ഇവിടെ എനേബിളായിട്ട് വരും. നമുക്ക് നോക്കാം ഇവിടെ ഹിഡൻ ആണോ എന്നുള്ളത്. അതെ, ഹിഡൻ ലൈനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ ഹിഡൻ ലൈനിലേക്ക് വരുമ്പോൾ കണ്ടോ ആ പാറ്റേണിൻ്റെ കളർ ചേഞ്ച് ആവുന്നില്ല. പക്ഷേ വോളിൽ നമ്മൾ കൊടുത്തിരുന്ന കളർ ഹിഡൻ ആവുന്നു. വോളിൽ നമ്മൾ കൊടുത്തിരുന്ന കളർ എന്താണ്, അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷെയ്ഡഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും എഡിറ്റ് ടൈപ്പിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വോൾ സെലക്ട് ചെയ്ത ശേഷം നേരെ എഡിറ്റ് ടൈപ്പിലേക്ക് പോയി. എഡിറ്റ് ടൈപ്പിലേക്ക് പോയിട്ട് ഇവിടെ സ്ട്രക്ചർ എഡിറ്റ് എടുത്തു. ഓക്കെ, ഇവിടെ നമ്മളിപ്പം ഈ സർഫസ് പാറ്റേൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ കട്ട് പാറ്റേൺ എന്ന് പറയുന്ന സംഭവം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കട്ട് പാറ്റേൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു വോളിനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കപ്പോൾ എന്താണോ കാണുന്നത്. ഓക്കെ, നമുക്ക് ലെവലിലേക്ക് പോകാം. ഓക്കെ, അതായത് ഞാൻ ഈ ഒരു വോളിനെ ഇതുപോലെ കട്ട് ചെയ്യുകയാണ്. ഓക്കെ, കട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ എന്താണോ അവിടെ ഉള്ളത്, ഈ വോളിനകത്ത് എന്താണോ ഉള്ളത് അത് കാണിച്ചു തരുന്നതാണ് കട്ട് പാറ്റേൺ. ഞാനിപ്പോൾ ഈ ഒരു സെക്ഷൻ നോക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു വോളാണ്. ലെവൽ 1 നിന്ന് ലെവൽ 4 വരെയുള്ള ഹൈറ്റിലുള്ളൊരു വോളാണ്. ഈ വോളിൽ ഞാൻ കട്ട് ചെയ്തിട്ട് നോക്കുമ്പം ഇവിടെ ഇപ്പോൾ പ്ലെയിൻ ആണ്. ഇപ്പം നന്നായിട്ട് കിടക്കുകയാണ്. പ്രത്യേകിച്ച് പാറ്റേണോ കളറോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു ടൈപ്പ് വോളിനൊരു പ്രത്യേക പാറ്റേൺ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കട്ട് പാറ്റേൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മെറ്റീരിയൽ ബ്രൗസറിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രാഫിക്സിനുള്ളിൽ ഇവിടെ കട്ട് പാറ്റേൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ നമുക്ക് നോക്കാം. കട്ട് പാറ്റേൺ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യണം. ഞാനിവിടെ കോൺക്രീറ്റ് എന്നുള്ളൊരു കട്ട് പാറ്റേൺ ആണ് യൂസ് ചെയ്യാൻ പോകണം. ഓക്കെ എടുത്തു. അപ്പോൾ ഒരു കട്ട് പാറ്റേൺ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇത് കാണാത്തതിൻ്റെ കാര്യം എന്താണ്, ഇവിടെ വൈറ്റ് കളറാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് പാറ്റേൺ വന്നിട്ടാണ് ഇവിടെ കാണാത്തത്. ഞാനിവിടെ കളർ ചേഞ്ച് കൊടുത്ത് ഇവിടെ ഈ ഒരു കളർ കൊടുക്കുകയാണ്. ഓക്കെ എടുത്തപ്പോൾ കണ്ടോ ആ പാറ്റേണിൻ്റെ കളർ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിനുശേഷം ഇവിടെ അപ്ലൈ എടുത്തു, ഇവിടെ ഓക്കെ എടുത്തു, അപ്ലൈ എടുത്തു, എടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെ ആ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കാം. അതായത് ഈ ഒരു വോളിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സെക്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. ചില കേസിൽ ഈ പാറ്റേൺ ഇങ്ങനെ വരാത്തതല്ല, ഇവിടെ ഒരു ഓപ്ഷൻ മാറി കിടക്കുന്നുണ്ടാകും. അതിന് വേണ്ടിയിട്ട് ഇത് ഇല്ല എങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇത് ഫൈൻ ആക്കി കൊടുക്കണം. അപ്പം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാറ്റേൺ ഇവിടെ വരത്തില്ല, കട്ട് പാറ്റേൺ ഇവിടെ വരത്തില്ല. കട്ട് പാറ്റേൺ വേണമെങ്കിൽ ഇവിടെ ഫൈൻ ആക്കി കൊടുത്താൽ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, മെറ്റീരിയൽ ബ്രൗസറിനകത്ത് നമുക്ക് ഇനിയും കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ.